ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ തെലങ്കാനയിലെ ബിക്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. നമ്മൾ ഹൈദരാബാദ് ഇന്നലെ എത്തുമെന്ന് പറഞ്ഞ് എത്തിയില്ല. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ, ഇങ്ങനെ റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നത് സേഫ് ആണോ എന്നുള്ളത്. റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ സേഫ് ആണ്. നമ്മൾ അങ്ങനത്തെ സ്ഥലത്തെ ഇട്ട് ഉറങ്ങാവുള്ളൂ. അതല്ലാണ്ട് മറ്റ് കള്ളന്മാരുടെ ശല്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ രാത്രിക്ക് യാത്രയും ഈ റോഡിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. 44 അങ്ങനത്തെ ഒരു വിഷയം ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും ഓടിയിട്ട് 12 മണി വരെ ഞങ്ങൾ ഓടി. 12 മണി വരെ ഓടി. അത് കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞങ്ങൾ ഇന്നലെ പുറത്തായിരുന്നു കിടന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇതാ ഈ പമ്പിലേക്ക് വന്നു. ഈ പമ്പിൻ്റെ പുറത്ത് കേട്ടോ, അതായത് റോഡ് സൈഡിൽ തന്നെ പമ്പിൻ്റെ പുറത്തായിട്ട് ഞങ്ങൾ സൈഡാക്കി. ഞങ്ങൾ ഒരുപാട് പമ്പുകളിൽ ചോദിച്ചു, ആരും നമുക്ക് രാത്രിക്ക് ഇവിടെ വെക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ അനുഭവപ്പെട്ടു. ഇത് കേട്ടോ, ഈ കിടക്കുന്ന വണ്ടി ഇത് മറ്റേ ക്ലീനിങ്ങിൻ്റെ സാധനമാണ് കേട്ടോ, റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇതിൻ്റെ മെക്കാനിസം കണ്ടോ അല്ലേ? ഓ, അതിൻ്റെ അടിയിൽ വേറെ സംഭവമുണ്ട്, വേറെ ടയറുണ്ട് അതിൻ്റെ ഉള്ളിൽ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചെയിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ. കൊള്ളാം. ഇപ്പോൾ രാവിലെ ചേച്ചിമാരൊക്കെയാണ് ഇതിൻ്റെ ഡ്യൂട്ടിക്കാർ. നാൻസി, നമുക്ക് പോയാലോ? ഓ, ഇവിടെ ഒരുക്കം കഴിഞ്ഞില്ല ഇത്ര നേരമായിട്ട്. ഇരിക്കില്ലാത്തൊരു മുടിയുള്ളൊരു അരിയുണ്ട്. അത് ഇരിക്കില്ലാഞ്ഞിട്ടല്ല, ഇരുത്തിക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഈ പമ്പിൽ വേറെ വൃത്തിയാട്ടോ, ഇത് ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ്. ഇവിടെ നമുക്ക് മൊത്തം അല്ല ആൻസി, മൊത്തം പെട്രോൾ അടിച്ചിട്ടങ്ങ് പോയാലോ? ഇത്രയും വൃത്തിയുള്ള ഒരു ബാത്റൂം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങള് രാവിലെ കുളിച്ചു, പല്ല് തേപ്പും എല്ലാം കഴിഞ്ഞു. രാവിലെ ഒന്ന് കുളിച്ചു, അടിപൊളി. മത്തങ്ങ, ഇവിടെ കുമ്പളങ്ങ മത്തങ്ങ എന്താണ്ടൊന്നും തൂങ്ങിക്കിടപ്പെട്ട, അതിനാണ് കൊച്ചു പറയുന്നത്. കുമ്പളങ്ങ ഒന്നുമല്ല, അത് മത്തന. എന്നാ പോവാ. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ യുദ്ധം തുടങ്ങുകയാണ് അല്ലേ ആൻസി? ഇന്നലെ 12 മണി വരെ നമ്മൾ ഓടിയെങ്കിലും പൂവല്ലേ, വെട്ടി നിർത്തിയിട്ട് അങ്ങനെ ആയേക്കുന്നതാ. നല്ല രസമുണ്ട്. പക്ഷെ കുനുകുനുകുനാന്നുള്ളൊരു പൂവല്ലേ, ഇവിടെ മൊത്തം അങ്ങനത്തെ കേട്ടോ, ഒരുമാതിരി ചൊറി പിടിച്ച പോലെ. അതെന്താ അറിയോ, അത് ഈ തണ്ടിന് വലിയ വലുപ്പമില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് വരുന്നത് അത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. എന്താ കുഞ്ഞാറ്റ ഇന്ന് ശരിക്കും ഒരു വിദേശി ലുക്കായി. ഇത് നോക്കിയേ, ഉടുപ്പൊക്കെ കണ്ട. വേറെ ഉടുപ്പ് എടുത്ത് കൊടുത്ത് കൊച്ചിന് അതൊന്നും പറ്റൂല, ഇത് തന്നെ വേണം. കുഞ്ഞാറ്റ ക്യാറ്റ് വാക്ക് നടക്ക്, ക്യാറ്റ് വാക്ക്, കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നടക്ക്, അതല്ല എൻ്റെ ശരി. ഓ കൊഞ്ഞ് ഗൈസേ, എന്തൊക്കെ കണ്ടാലും നമുക്ക് ഉള്ളിലിരിക്കാം അല്ലേ? പറഞ്ഞല്ലോ അതുപോലെ ചെയ്യും. അതെ, നമുക്ക് ഉള്ളിലിരിക്കും കേട്ടോ. അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് എന്താ രാവിലെ ഉള്ളത് നോക്കാം. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടാ. അങ്ങനെ കുഞ്ഞാറ്റ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് വേറൊന്നും ഉണ്ടായിട്ടല്ല, കുഞ്ഞാറ്റയ്ക്ക് ഇനി സ്കൂളിൽ പോകണം. അല്ല, ഇഡ്ഡലി ഇഷ്ടമായതുകൊണ്ടാണ് ഇഡ്ഡലി കഴിക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുത്തി കയറ്റി കൊടുക്കണം. ഇഡ്ഡലി പക്ഷെ കൊച്ചിന് ഇഷ്ടം. സാമ്പാറും കൂട്ട്. സാമ്പാർ ഇത് സാമ്പാറല്ലെന്ന് തോന്നുന്നു. സാമ്പാറാണ്. അപ്പൊ എന്തായാലും കുഞ്ഞാറ്റ കഴിച്ചോട്ടോ, വേഗം കഴിച്ചോ. നമ്മുടെ ദോശ വന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ദോശയും വന്നു. ഞാനൊരു മസാല ദോശ കേട്ടോ പറഞ്ഞേ. ആൻസി, ഈ ദോശ എങ്ങനെയുണ്ട്? നല്ല ദോശയാണ് അല്ലേ? അടിപൊളിയാ. കുഞ്ഞാറ്റയ്ക്ക് ഇപ്പൊ ഇഡ്ഡലി വേണ്ടത് മാറ്റി വെക്കണം. ഓക്കെ, ഇതാണ് പരിപാടി. തിന്നേച്ചാ മതി, എന്താണെങ്കിലും കഴിച്ചേച്ചാ മതി. മസാല ദോശ എങ്ങനെയുണ്ട്? മസാല ദോശ ദോശ എനിക്ക് ചെറിയ പുളി വേണം. പുളി ഇല്ലെങ്കിൽ എനിക്ക് ദോശയോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അതായത് നമ്മളിപ്പോ സൂര്യചേട്ടൻ്റെ ഒക്കെ അടുത്തുനിന്ന് കഴിച്ചില്ലേ, അതേപോലത്തെ ഒരു ദോശ. അത്രയുമല്ല, അതൊരു സൂപ്പർ സാധനം. നോർത്ത് ഈസ്റ്റിൽ നമ്മള് നാട്ടിലെ ദോശ, സെയിം ദോശ അതും കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയിട്ട്. അതെ, ഇത് ഇതെങ്ങനെ കഴിക്കണേന്ന് അറിയോ?
ആദ്യം ഒരു മുക്ക് സാമ്പാറി മുക്കുക, ഒരു മുക്ക് ചട്നി മുക്കുക. അങ്ങനെ തിന്നില്ലല്ലോ ഞാൻ. ഞാൻ കഴിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അതായത് തമിഴ്നാട്ടിൽ ഒരു ചട്നിയും സാമ്പാറും തരും, വേറൊരു ചമ്മന്തിയാണ് തക്കാളി ചമ്മന്തി, അതും കൂട്ടി കഴിക്കും. സൂപ്പറാണ്, ഇത് രക്ഷയില്ല. തമിഴ്നാട്ടുകാരുണ്ടാക്കുന്ന ദോശ വേറെ എവിടെയും പോയാലും കിട്ടില്ല. അത് കിട്ടില്ല. ഇതുണ്ടോ എൻ്റെ ദോശ ഇവിടെ ലെവലാക്കി കേട്ടോ. ഇപ്പം ഞാൻ ഇഡ്ഡലി കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി കേട്ടോ. നല്ല ഫുഡായിരുന്നു അല്ലേ? അടിപൊളി ഫുഡ്. നമുക്കെന്താ അറിയോ, നല്ല ഫുഡ് കഴിച്ചാൽ നമ്മൾ രാവിലെ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അന്നത്തെ ദിവസം അടിപൊളിയാണ്. പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് നോക്കിയേ, ഫുള്ള് ബോഗൺവില്ല. ഞാൻ അതിലേ പോയിട്ടൊന്ന് കാണിക്കാം. ഇവിടെ പിന്നെ പേടിക്കാനില്ല. ഇത് അല്ല, ഫാസ്റ്റ് ലൈനിൽ കൂടി ലോറികൾ മാത്രമേ വരുള്ളൂ. അതെ, മറ്റേ സാധനം ഉണ്ട്, അരേലിയ. അതെ, ബോഗൺവില്ല എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി തന്നെയല്ലേ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നമുക്ക് വീടിന്റെ മുറ്റൊക്കെ അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഉടായ്പൊക്കെ പഠിക്കുക അല്ലേ, കമ്പങ്ങ് ഒളിച്ചോണ്ട് പോവാതെ. എന്താ ചെയ്യാ? അല്ല, അങ്ങനെയല്ല, നമ്മളിതൊക്കെ ഇരുന്ന് പറയുമല്ലോ, അപ്പൊ പിള്ളേരത് കറക്റ്റ് കേൾക്കുന്നുണ്ടെന്ന് പറയാം. അതായത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഇതൊക്കെ ചെയ്യാവുന്ന കേസേ ഇതൊക്കെ ബഡ് ചെയ്തെടുത്താൽ മതി. നല്ല രസം. ഇതൊക്കെ ബഡ് ചെയ്തെടുത്താൽ മതി. വീട്ടിലിപ്പോ ഞാനാണേലും പപ്പയാണേലും ബഡ് ചെയ്യും. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട. അയ്യോ, അതെന്താ തെറിച്ചത് റോട്ടിൽ? നമ്മൾ ഈ യാത്രയിൽ ആകെ ഒരു KL വണ്ടിയാണ് കണ്ട ഇന്നലെ. പിന്നെ കാണുന്ന ഫുള്ള് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് വണ്ടികൾ. അടുത്തൊരു മാസം അല്ല, ഞാനതല്ല ഉദ്ദേശിച്ചേ, ലോറിയെ. പിന്നെ പൂക്കൾ അറിയാതെ കാണിച്ചു പോവാല്ലേ. ഇത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാനൊരു കാരണം എന്ന് പറഞ്ഞാൽ പൂക്കൾ ഞങ്ങൾക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആണ്. എനിക്കും വീക്ക്നെസ് ആണ്. ഞാൻ ഈസോന്റെ മുമ്പിൽ വെച്ചിട്ട് ഈസോ പോയി കഴിയുമ്പോല്ലേ അതൊക്കെ നടാൻ നോക്കും. അതൊക്കെ പോകുമ്പോ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ വെള്ളമൊക്കെ അപ്പൊ നമ്മളെ ഹൈവേന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ. ഒരു കാഴ്ച കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ കണ്ട കാഴ്ച. ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ ഒരുമാതിരി ഇങ്ങനെ എന്തോ ഒരു സൈഡ് മൊത്തം ഓറഞ്ച് കളറായിട്ടിരിക്കുന്നു. ഇത് ചോളമാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല മൂത്ത ചോളാണ്. ഇതപ്പോ എന്തിനൊക്കെ ഉപയോഗിക്കുന്നേ? ഇത് പലതരം ഫീഡുകൾ, അതായത് പശുത്തീറ്റ, മീൻതീറ്റ, പിന്നെ ചോളപ്പൊടി, പിന്നെ ഇത് ചിലപ്പോ ചോളത്തിന്റെ വിത്തിനുമായിരിക്കാം. അങ്ങനെ പല യൂസാണ് ഇത്. സംഭവം എന്തായാലും കൊള്ളാം അല്ലേ? സംഭവം കൊള്ളാം. ഇതൊക്കെ ചിലപ്പോ പാക്കറ്റാക്കി തൊട്ടൊക്കെ നോക്കിയാ ഇതൊക്കെ പാക്കറ്റായി വരും ചിലപ്പോ നമ്മുടെ നാട്ടിലൊക്കെ. കളർ അടിപൊളി. ഈ ടാറിങ്ങിന്റെ ചൂടും മേളിൽ നിന്നുള്ള ചൂടും കൂടി ആകുമ്പോഴേ നമ്മളെ ഈ എന്താ പറയാ, ദോശക്കല്ലിലിട്ട് ചുട്ടെടുത്ത പോലെ ഉണങ്ങി കിട്ടും. ഒന്നും എടുക്കണ്ടല്ലോ, അങ്ങനെ ഇപ്പൊ എടുക്കണ്ട. ഒരു പാവപ്പെട്ട ഒരാളുടെ കൃഷിയാണിത്. അപ്പൊ നമ്മളത് എടുക്കേണ്ട കാര്യം നമുക്കില്ല. അതായത് നമ്മളിപ്പോ ഉണ്ടല്ലോ, ഹൈദരാബാദ് ടൗൺ കയറാണ്ടേ എക്സ്പ്രസ് ഹൈവേ കയറിയാണ് നമ്മൾ പോകുന്നത്. എത്ര ലൈൻ ഉണ്ട്? 1 2 3 4 5 5 10 ലൈനോ? 10. പക്ഷെ സംഭവം പൊളി റോഡാണ്. ഇതിലുള്ളൊരു പ്രത്യേകത എന്താ അറിയോ, നമ്മളെ ശരിക്കും റൂട്ട് കാണിച്ചോണ്ടിരുന്ന നമ്മളെ ഹൈദരാബാദിന്റെ ഒത്ത നടുക്ക് കൂടിയാണ്. അവിടെ നമ്മൾ ട്രാഫിക്കിലും ഇതിലെല്ലാത്തിലും പെടുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം വേണ്ട നമുക്ക് ഇതിലെ ഔട്ടർ കറങ്ങി നമ്മുടെ 44 കയറാൻ. അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പോകുന്നത് 120ന്റെ ട്രാക്കിലാണ്. 100ലെങ്കിലും പിടിച്ചില്ലേ മോശമാണ് ഇതില്. അതെന്താണെന്നറിയോ, അതെനിക്ക് നല്ലൊരു അപ്ഡേഷൻ ആയിട്ട് എനിക്ക് തോന്നി. 80ന്റെ മേളിലേക്ക് കേറുമ്പോ ടിക്കറ്റ് അടിക്കും. ഇനി അങ്ങോട്ട് 90 എത്തുമ്പോ ടി അടിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചോണ്ടിരിക്കും. പക്ഷെ അത് ശ്രദ്ധിക്കണം നമ്മള്, കേട്ടല്ലോ. 80 എത്തുമ്പോ കുറയ്ക്കാൻ വേണ്ടിയാണ് അത് വെച്ചേക്കുന്നത്. അതായത് ടി അടിച്ചുകൊണ്ട് അയക്കുവാനോ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ല. അല്ല
ഈ വഴിയിൽ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്? ഈ വഴിയിൽ വണ്ടി ഓടിക്കാൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, ഓട്ടോറിക്ഷ ഇല്ല, ബൈക്കില്ല. പിന്നെ നമ്മുടെ ട്രാക്ക് കീപ്പ് ചെയ്ത് അങ്ങ് പിടിച്ചാൽ മതി. 120-ലൊക്കെ പോയതില്ല, 120-ന്റെ ട്രാക്കിലൊക്കെ നമുക്ക് കയറിയാൽ 120-ൽ പോകണം, അല്ലെങ്കിൽ അതിൽ കയറാൻ നിൽക്കരുത്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്. ഈ വഴിയിൽ നമ്മളങ്ങനെ വണ്ടി കൊണ്ടുപോയി നിർത്താനൊന്നും പാടില്ല. അപ്പൊ ഫൈൻ അടിച്ച് കയ്യെ തരും, നേരെ വിട്ടോളുക. ക്യാമറയും കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ടാവും. നമ്മളിങ്ങനെ പിടിച്ചിരിക്കുക, 5-ാം ഗിയറിലേക്ക് ഇടുക, ആക്സിലേറ്റർ ഇങ്ങനെ കാല് വെച്ച് അങ്ങ് പോവുക. അല്ല, അത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം ഇങ്ങനത്തെ വഴിയില്. പലരും നമ്മൾ വരുന്ന പോലെ ആയിരിക്കില്ലല്ലോ. അടിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട്. അത് 80 തൊടുമ്പോ ടി അടിക്കും, 86 തൊട്ടപ്പോ ടി അടിച്ച്, ഇനി മേളിലേക്ക് പോകുന്ന അനുസരിച്ച് ടി അടിച്ചോണ്ടിരിക്കും. 4 ലൈനല്ലേ ഉള്ളൂ. 1, 2, 3, 4 ശരിയാണ്. അത് അപ്പുറത്ത് വണ്ടി നിർത്താനുള്ളതല്ലേ. പക്ഷെ ഇതിൽ വണ്ടി നിർത്താനും പാടില്ല, പ്രൊഹിബിറ്റഡ് ആണ്. ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ജസ്റ്റ് എമർജൻസി വന്നു കഴിഞ്ഞാൽ നിർത്താൻ വേണ്ടിട്ടുള്ളതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും. അപ്പൊ 4, 8 ആണുള്ളൂ കേട്ടോ. 8 ഉള്ളൂ കേട്ടോ. ആ സൈഡിൽ നല്ല ഭംഗി. നമ്മൾ നെറ്റിപ്പൊട്ടിക്കണ സാധനല്ലേ. അതെ, പക്ഷെ അതിന്റെ മരത്തിലെ ഇലയൊന്നും ഇല്ല, ഫുള്ള് പൂക്കള് 2 സൈഡിലുണ്ട്. ഇതേപോലെയാണ് ഇപ്പൊ ബാംഗ്ലൂരിൽ ഒരു റോസ് കളർ പൂ വിരിഞ്ഞിരിക്കുന്നത്. നമ്മളങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു പോകാതിരുന്നാ മതിയായിരുന്നു അല്ലേ. പക്ഷെ ഈ വഴിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ അറിയോ, ഈ സ്പീഡ് ട്രാക്കിൽ കൂടി അങ്ങനെ ലോറികളൊന്നും പോണില്ല. കാരണം അവർക്ക് എല്ലാ ട്രാക്കും ഒരേപോലെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് മറ്റേത് അങ്ങനെയല്ല, മറ്റേ സ്പീഡ് ട്രാക്കിലാണ് ലോറിക്കാർ മൊത്തം. അത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞാല് അത് കണക്ട് ചെയ്യും. പക്ഷെ അല്ലാത്തവർക്ക് അത് കണക്ട് ചെയ്യില്ല. അവര് പറയുന്ന നമ്മള് കുറ്റം പറയാന്ന് വിചാരിക്കും. അതെ, അതൊരിക്കലും കുറ്റമല്ല. ഇവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് എക്സിറ്റുകൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ മുംബൈ റൂട്ടിലാണ് പോകുന്നത്. മുംബൈ റൂട്ട് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ ഇത് നോക്കട്ടെ, എക്സ്പ്രസ് ഹൈവേ ആണെന്ന് വിചാരിച്ചിട്ടേ എന്റെ പൊന്നോ നോക്കിയ മഞ്ഞപ്പൂ നോക്കിയട്ടെ, അടിപൊളി. കാണുന്നുണ്ടോ വെയിലടിച്ചിട്ട്? കാണുന്നുണ്ട്. പിന്നെ ഗ്ലാസ് താത്തിട്ട് സൈഡിൽ കൂടി നോക്കാം, അതാ കുറച്ചും കൂടി ഭംഗി. അത് വല്ലാത്തൊരു ഭംഗിയാണ് അല്ലേ. അതും ഒരു കൊലത്തിന് എന്തോരം പൂക്കളാണെന്നറിയോ. ഇത് ശരിക്കും ഒരു ഡ്രോണിൽ ഇങ്ങനെ പറത്തിയെടുക്കണം. അല്ല, ഇത് നമ്മൾ നെറ്റി പൊട്ടിക്കണ പൂവാണോ ആണെന്ന് തോന്നുന്നു. എങ്ങനെയാ എന്താ അറിയില്ല, പക്ഷെ പൂ എന്തായാലും അടിപൊളി. അത് തന്നെ സാധനം, സംഭവം എന്തായാലും പൊളിച്ച്. നെറ്റി പൊട്ടിക്കുന്ന പൂവല്ല ഇത്. അതേടി കോളാമ്പി പോലെ ഇരിക്കുന്നത്. എല്ലാം എടുക്കാതെ ഇവിടെ ഈ ഹൈവേ തന്നെ നിർത്തറി. ഇതിനെ നിർത്തിക്കുക അവര്, പിന്നെ ഇറക്കി വിടും. അതായത് ഈ 2 ട്രാക്കില്ലേ, ഈ 2 ട്രാക്ക് 80 വരെ മാക്സിമം പോയതില്. അപ്പുറത്തെ 2 ട്രാക്കില്ലേ, അതില് മാക്സിമം 120. 80-ന് മേളിൽ പോയാൽ നമ്മൾ അപ്പുറത്തെ ട്രാക്കിലേക്ക് കയറണം. അതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. നിയമങ്ങളൊക്കെ ഉള്ളത് ചില വഴിയെങ്കിലും ഉള്ളത് നല്ലതാണ്. അതെ അതെ, നിയമങ്ങൾ അല്ല ഇനി അങ്ങോട്ട് നിയമങ്ങളെല്ലാം കർശനമാണ്. ഇനിയൊന്നും പേടിക്കാന്ന്. നമ്മളെ നാട്ടിലേക്ക് എത്തി തുടങ്ങുമ്പോ പിന്നെ നിയമത്തോട് നിയമമാണ്. പക്ഷെ അത് എനിക്ക് ആ നിയമങ്ങളോട് പാലിച്ചു പോകാനാണ് എനിക്ക് തോന്നിയത്. എനിക്കും അത് തന്നെ ഇഷ്ടം. അതാണ് അങ്ങനെ നമ്മൾ അവിടെ പാലിച്ചിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ട് വണ്ടി കറക്റ്റ് ഓടിക്കാൻ പറ്റാതെ. ഈ സ്പീഡ് ട്രാക്കിലേക്കൊക്കെ കയറുമ്പോൾ ലോറിക്കാർ മാത്രമേ ഉള്ളൂ, ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ ഇതൊരു കുറ്റമായിട്ട് നിങ്ങളാരും കാണരുത്, ഒരു അവസ്ഥയാണ് ഇവിടത്തെ അവസ്ഥ. പറഞ്ഞ ക്ലീൻ ചെയ്യുന്നുണ്ടോ, ബുഷൊക്കെ വെട്ടുന്നുണ്ടോ, ഫുള്ള് മഞ്ഞ അവര് വെട്ടിയിട്ടേ കറക്റ്റ് ബോൾ പോലെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മളൊരു ഹോട്ടൽ എത്തിട്ടോ. സൗണ്ടൊക്കെ പോയി. അതെ, വിശന്നിട്ട് പോയി, അതുകൊണ്ട് സൗണ്ടൊക്കെ പോവും. ഹൈദരാബാദ് ടൗണ് ജസ്റ്റ് അങ്ങ് പാസ്സായപ്പോ തന്നെ നിർത്തി. കാരണം ഇനി അങ്ങോട്ട് തിരക്ക് തന്നെയാ കേട്ടോ. വഴിയിൽ ഭയങ്കര തിരക്കാണ്. നമ്മളെ ഹൈവേയിൽ വന്നപ്പോ ചേട്ടിക്ക് ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആ ഉറക്കൊക്കെ മാറി കിട്ടിയില്ലേ. മറ്റേ ഹൈവേയിൽ വന്നിട്ട് എനിക്ക് ലാസ്റ്റ് വെറുത്തുപോയി. താഴേക്ക് ഇറങ്ങിയപ്പോ ഇനിയിപ്പോഴോ വണ്ടി ഇങ്ങനെ ഒരേ പോക്കല്ലേ. ശരിക്കും എനിക്ക് അങ്ങനത്തെ വഴി ഇഷ്ടല്ല. തനിക്ക് എന്താണ്ടേ, പനി വേണോ? നമ്മള് ഹൈദരാബാദ് വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിക്കണം. എനിക്കാണെങ്കിൽ ഹൈദരാബാദി ബിരിയാണി ഇഷ്ടമല്ല. അപ്പൊ എന്ത് മേടിക്കുന്നെങ്കിലും ആലോചിക്കുക. അതിലേക്ക് ഇഷ്ടമല്ല. അപ്പൊ ഈ ദം ബിരിയാണി ഹൈദരാബാദി ബിരിയാണി, ഇത് ഹൈദരാബാദല്ലേ. ഇവിടെ ഹൈദരാബാദി ബിരിയാണി കിട്ടുള്ളൂ. ആ ഒരു അത് വേണോ, ഫ്രൈഡ് റൈസ് വേണോ? എനിക്ക് ഫ്രൈഡ് റൈസ് വേണ്ട. എന്തിനാ പറഞ്ഞു, ഞാനും കൂടെ വാങ്ങേണ്ടി വരും. എന്നാ ഫ്രൈഡ് റൈസ് എങ്കിൽ ഫ്രൈഡ് റൈസ്. ഇനി ഞങ്ങൾക്ക് ഒരു ഫ്രൈഡ് റൈസ്, നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി. അല്ല, നിങ്ങൾക്ക് എന്താണെങ്കിൽ നിങ്ങൾ ലാച്ച പൊറോട്ട ഉണ്ട്. എനിക്ക് പൊറോട്ട എന്നൊരു ഫ്രൈഡ് റൈസും
ലാച്ച പൊറോട്ടയും പിന്നെ കറിയും വാങ്ങണം അല്ലേ? നമ്മളങ്ങനെ ചെറുതായിട്ട് പെട്ടില്ല ആൻസി. ഇതെന്താണിത്? എന്നാ ഈ ചേട്ടൻ പറയണ്ടേ, നമ്മൾ 2 മേടിച്ചപ്പോൾ അല്ല 1 മേടിച്ചുള്ളൂ. പക്ഷേ ചതി. ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞാലോ? ഫ്രൈഡ് റൈസ് വേണ്ടെന്ന് ഇനി ഇങ്ങനെ പറയാം. ഭയ്യ ഫ്രൈഡ് റൈസ് ക്യാൻസൽ കേട്ടോ. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു പോയി. ഇതെങ്ങനെ തിന്നു നോക്ക് നമ്മള്. ഹൈദരാബാദി ദം ബിരിയാണി. ബാക്കി നമുക്ക് പാഴ്സലാക്കാം, രാത്രി കഴിക്കാമല്ലോ, കുഴപ്പമില്ല. ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം. പുള്ളി വിളമ്പി കഴിയട്ടെ. ഞാൻ 1 ഞങ്ങൾ ബുക്ക് പറഞ്ഞ കേട്ടോ. അപ്പോൾ പുള്ളി 1 പീസേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി എന്താ ചോദിച്ചു? ആൻസി ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് എന്ന് പറയാം. സംഭവം അറിയോ? പാത്രത്തിന്റെ വലിപ്പമുള്ളൂ. പാത്രത്തിന്റെ വലിപ്പമുള്ളൂ, ഉള്ളിലേക്കൊന്നും ഇല്ല. ഇത് കണ്ടോ, ഇവിടെ വരെ ഉള്ളൂ. മറ്റേ കറിയിൽ ഇങ്ങനെ കുത്തി കാണിക്കില്ലേ, സെയിം അവസ്ഥയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. കുറച്ച് മതി, കൊച്ചിന് കുറച്ച് കൊടുക്കാവേ. ആൻസി എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഹോട്ടലിന് വലിപ്പം മാത്രമേ ഉള്ളൂ എന്ന് അറിയണല്ലോ. നല്ല ചൂടല്ലേ? അല്ല സംഗതി അടിപൊളി അല്ലേ? അടിപൊളിയല്ലേ? കുഞ്ഞ കൈ കൊള്ളൂ. കൈ ചൂടാടി. നാരങ്ങയൊക്കെ പിടിച്ചൊഴിച്ചിട്ട് കഴിക്കുന്നുണ്ടോ? എന്തൊക്കെ കണ്ടാലല്ലേ? ഓവറല്ലേ ചേട്ടാ? അതെ അതെ അതെ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. അത്ര ഓവർ കുത്തും കാര്യങ്ങളൊന്നുമില്ല. അത് നല്ലതാ. ഇത് സാധാരണ ഈ ഹൈദരാബാദി ബിരിയാണി ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളതിനെ ഭയങ്കര കുത്തായിരിക്കും. ഇത് മസാലയ്ക്ക് കുത്തു കുറവാ. എന്റെ ചിക്കൻ കറി കട്ടോണ്ട് പോകുന്നു. വേഗം പറ. അരമണിക്കൂർ എടുത്ത് ടേസ്റ്റ് പറയരുത്. സൂപ്പറാ. ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കൊച്ചിന് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. ഡെസ്ക് വലിക്കാൻ നോക്കുന്നതാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി ഫുഡ്. രാത്രിക്കത്തേക്കും കൂടി ഇരിക്കുന്നുണ്ട്. രാത്രിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലയേണ്ട ആവശ്യം. കാരണം എന്താ, നമ്മുടെ നാട്ടിലൊരു ബിരിയാണി ഫുള്ള് എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടില് ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ അതാണ് കണക്ക് കൂട്ടിയത്. ഇവിടെ അങ്ങനെയല്ല. അത് രസം എന്താണെന്നറിയോ? വലിയൊരു ചെമ്പ് കൊണ്ടുതരും. അത് ഇവിടെ പീസ് കണക്കാ. അതായത് ഒരു ബിരിയാണി എന്ന് പറഞ്ഞാല് 2 പീസും 1 പീസും ഉള്ളതുണ്ട്. അതിൽ 2 പീസാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ വലുത്, പിന്നെ 1 പീസാണെങ്കിൽ ചെറുത്. പക്ഷെ കുറച്ച് റൈസ് കുറച്ച് കുറയും, ഒരു സിംഗിൾ പീസ്. പക്ഷെ ഇതിപ്പോ നമുക്ക് നൈറ്റിലേക്കും കൂടി ഉള്ളതുണ്ട്. നെൽപ്പാടം കണ്ടോ, അടിപൊളിയായിട്ടോ. ഇവിടെ അങ്ങറ്റ വരെ പച്ച കളറിൽ ഇങ്ങനെ കിടക്കുക. നമ്മളിനി കുറച്ച് 2-3 മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് നെല്ലാവൂലേ? നെല്ലാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഓർമ്മയുണ്ടോ? ഫുള്ള് നെല്ലായിരുന്നു നമ്മൾ കാണിച്ചോണ്ടിരുന്നത്. നമ്മൾ എല്ലാ കാലാവസ്ഥയിലും ഇന്ത്യയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ള. നല്ല ചൂടിലും നല്ല തണുപ്പിലും, ഇളം തണുപ്പിലും ഇളം ചൂടിലും മഴയത്തും അല്ലേ? ആ ഒരു അതെന്ത് പോവാൻ ഇതാണ് ചേട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. ബാംഗ്ലൂര് പൊഴിയേണ്ട ടൈമായി. ഇനി ബാംഗ്ലൂർ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു തരം പിങ്കിഷ് കളറാണ് അത്. പിങ്കിഷ് അതെന്ത് ഇംഗ്ലീഷാ? പിങ്ക് കളർ ചേട്ടേ. എല്ലാത്തിനും എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. മുന്നിലുള്ള വണ്ടി ഇടിച്ചതാ. മുമ്പിലുള്ള വണ്ടി ഇടിച്ചതാണ്. ബാക്കിൽ വന്ന് ഇടിച്ചത്. ഇപ്പൊ ഇടിച്ചതാന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ? ഇത് കുറച്ചു നേരമായിട്ടുള്ളൂ. വണ്ടിയാണല്ലോ. ബേക്ക് കളഞ്ഞിട്ടുണ്ട് മൊത്തത്തില്. ആ ഫ്രണ്ടിലെ ചില്ല് അല്ല ബാക്കില് ചില്ല് കൂട്ടിയിട്ടിരിക്കുന്ന എന്ത് ചെയ്യാനാ? ബേക്കിൽ വന്ന് ഇടിച്ചതാട്ടോ. ബേക്കിൽ ഇടിച്ചതാ. അപ്പൊ പുള്ളീന്റെ കാരണം കൊണ്ട് ചിലപ്പോ ആയിരിക്കില്ല. അത് ഫ്രണ്ടിലെ വണ്ടിക്കാരൻ സഡൻ ബ്രേക്ക് ഇട്ടാ നമ്മൾ എന്ത് ചെയ്യും? സഡൻ ബ്രേക്ക് ഇടല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ബാക്കിൽ വരുന്നവര് ഇടിച്ചു വരും. അത്രേ ഉള്ളൂ. ഈ ബാംഗ്ലൂരിന് 475 കിലോമീറ്റർ ഉണ്ട്. അത്രേ ഉള്ളൂ. അത്രയും ഉണ്ട്. ഉള്ളു അല്ല ഉണ്ട്. നമ്മൾ എപ്പോ ഇറങ്ങിയതാ? അതെ. നമ്മള് ഇന്ന് ലേറ്റായി. നമ്മളൊന്ന് അവിടെ ഇവിടെയൊക്കെ നിർത്തി ലേറ്റ് ആക്കി. സാധാരണ കുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സമയം പോകുന്നത്. ഇന്ന് കുക്കും ചെയ്തിട്ടില്ല. സമയം പോയി. ഇവിടെ എന്താ പ്രത്യേകത അറിയോ?
കൂടുതലും കുറെ തെങ്ങുണ്ടാവും, എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു വീട്. അപ്പൊ നല്ല തണലും കിട്ടും, തണുപ്പും കിട്ടും. തണുപ്പ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നിന്ന് നോക്ക്, നല്ല ചൂടാ. എന്താ വാട്ടർ ടാങ്ക് അല്ലേ? വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കിന്റെ അടിയിൽ വലിയൊരു തേനീച്ചക്കൂടുണ്ട്. എണ്ണപ്പനയല്ലേട്ട് ഇത് മൊത്തം? എണ്ണപ്പന. ചെറിയ ചെറിയ തൈകളാട്ടോ, വെച്ചതേ ഉള്ളൂ. ലെവലാക്കി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. അവിടെ കണ്ടില്ലേ, ഈ കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലൊക്കെ ഏതാണ്ട് ഒരേപോലത്തെ ബിൽഡിങ്ങുകളാണ്. അവിടെയൊക്കെ കണ്ടില്ലേ, ചെറിയ 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 പക്ഷെ അടുത്തടുത്തടുത്തടുത്തായിട്ടില്ലേ? അതെ അതെ. നെൽപ്പാടങ്ങളും കുറെ പച്ച കളറിൽ ഇങ്ങനെ നെൽപ്പാടങ്ങൾ കണ്ടോ? അല്ല, നമ്മുടെ കുഞ്ഞാറ്റ എണീറ്റില്ലല്ലോ. നല്ല ഉറക്ക. എന്നെ ഒന്നിനും വിളിച്ചേക്കരുത്, വീടെത്തിയിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് കിടക്കണേ. ഇന്ന് വീടെത്തില്ല, നാളെ എത്തുള്ളൂ, കൊച്ചിനറിയില്ലല്ലോ. കൊച്ചിനോട് നമ്മളത് പറഞ്ഞിട്ടില്ല, അതുമാണ്. കൊച്ചിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ വിചാരം അവള് ഇന്നിപ്പോ എത്തും. സ്കൂളിൽ ചേരാന്ന് പറയുമ്പോ എന്തോ ഭയങ്കര റെങ്കിലാണ് ആശാത്തിരിക്കുന്നത്. അല്ല, അങ്ങനെ ആ റെങ്കിൽ തന്നെ പോണം. അതെ, നമ്മൾ സ്കൂളിൽ ചേർത്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് സ്കൂളിൽ പോവാൻ പേടി പാടില്ല. അതായത് ആ ഒരു ഇതിൽ പോണം, എങ്കിലേ കൊച്ചു എല്ലാം പഠിക്കും. അത്രേ ഉള്ളൂ. എല്ലാവരും വൈബിലും എടുത്തേക്ക. ഇനി പഠിക്കുന്നതും കൂടെ വൈബിലായാ മതിയായിരുന്നു. ഇതേ ഒരു സ്കൂൾ വണ്ടിയാണ്. എന്താ അത് ഉള്ളിൽ നിറച്ച് ആൾക്കാര്. അതെ, അവിടെ എത്ര പേരാ ഇരിക്കുന്ന അറിയോ? 1 2 3 4 5 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ 5 പേര് അവിടെ, ബേക്കിൽ 5 പേര്, ഉള്ളിലപ്പോ അത്രയും നല്ല പേരുണ്ട്. എന്റെ അമ്മ, ഒരു സ്കൂൾ വണ്ടിയിൽ പോകുന്ന പിള്ളേരാണോ അത്? ഒരു ബസ്സിൽ കയറുമല്ലോ അത്ര പിള്ളേര്, സ്കൂൾ ബസ്സിൽ. ഇവിടെ ഒന്നും അത് വിഷയമായിരിക്കില്ല. അതൊക്കെയാണ് വിഷയം അല്ലേ? അല്ല, അത് പക്ഷെ അവര് പിടിച്ചു പോലും ഇരിക്കുന്നില്ല. ബ്രേക്ക് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവര് മുത്തി വീഴില്ലേ? പക്ഷെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാന്ന് തോന്നുന്നു പ്രശ്നങ്ങൾ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടെ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളും ഇല്ല. ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ പ്രശ്നങ്ങളും ഇല്ല. നല്ലൊരു ഇതല്ലേ മുന്നേറ്റം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണ റിവറിന്റെ മേളിൽ കൂടിയാണ് കേട്ടോ. എവിടേക്കൊക്കെയോ ഇച്ചിരിയൊക്കെ വെള്ളങ്ങൾ ഉണ്ട്. വെള്ളങ്ങൾ അത്രേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഇത്തിരി ഉള്ളൂ. അങ്ങോട്ട് വലിയ റിവറാണ് ശരിക്കും ഇത്. ഇത്തിരി വെള്ളം ഉള്ളൂ. അവിടെ ഇവിടെ തടാകം പോലെ കെട്ടി കിടക്കുക, അങ്ങനെയുള്ളൂ. അതിനുള്ള വെള്ളമേ ഉള്ളൂ. കാരണം വെയിലല്ലേ. ഇനിയിപ്പോ നല്ല വരൾച്ച വരുമ്പോ എന്തായിരിക്കും അവസ്ഥ? വെള്ളം ഉണ്ടാവില്ല. അതിനെയാണല്ലോ ഈ വരൾച്ച എന്ന് പറയാ. വലിയ റിവറാണ് താനും. ഇനിയിപ്പോ നല്ല മഴ പെയ്യണം. മഴ പെയ്യുമ്പോ കുത്തി ഒലിച്ച് വെള്ളമായിരിക്കും. അതിന്റെ നടുക്ക് കുറച്ചൊരു പോർഷൻ കണ്ടോ, അവിടെ ഒരു ഫോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള. വെള്ളമില്ലല്ലോ. ഈ സൈഡിലും കുറച്ച് വെള്ളമുണ്ട്. ഇത് ഒഴുകുന്ന വെള്ളം കേട്ടോ, കെട്ടിക്കിടക്കല്ല, ഇത് ഒഴുകുന്ന വെള്ളം. ഇവിടെ റോഡ് സൈഡിൽ ഫുള്ള് ഇങ്ങനെ കാണാം കേട്ടോ. PUC എടുത്തു കൊടുക്കുന്നതായിരിക്കും. അതായത് അതിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാനോ കാറ് ഇതേപോലെ നമ്മൾ രാജസ്ഥാനിൽ വെച്ച് ഏതാണ്ട് ഇത് തീർന്നു, നമ്മുടെ പൊല്യൂഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ഒരു വണ്ടി കണ്ടപ്പോൾ ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് കൊണ്ട് റിവേഴ്സ് ഒക്കെ വെക്കുക. ഭയങ്കര കഷ്ടപ്പെട്ട് ചെറിയ ഗ്യാപ്പൊക്കെ ആയിരുന്നു, അങ്ങോട്ടൊക്കെ റിവേഴ്സ് ഒക്കെ വെച്ച് ഈ കമ്പ് പോക്കുഴലിൽ കൂടി ഇടണല്ലോ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി. അന്നേരം പുള്ളി വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ജസ്റ്റ് പുള്ളി വണ്ടിക്കകത്തിരുന്ന് ജസ്റ്റ് വണ്ടീൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് പുതിലേ അത് വാട്സപ്പിലേക്ക് ഇട്ട് വേറെ ഏതൊരാൾക്ക്. അവിടുന്ന് അപ്പം തന്നെ പുള്ളിയുടെ പ്രിന്ററിലേക്ക് ഒരു ഇത് വന്നു, നമ്മുടെ വണ്ടി നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വന്നു. അതാണ് അതിന്റെ സെറ്റപ്പ്. ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ കൂട്ട് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല ഇത്. ശരിക്കും യാത്രേന്റെ ഇടയ്ക്ക് മാത്രം തീരുകയാണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് എടുക്കുകയേ ചെയ്യരുത് ആ സംഭവം. കാരണം നമ്മുടെ വണ്ടീൻ്റെ നല്ല ഡീറ്റെയിൽസ് അല്ല അതിൽ വരിക, വേറെ വണ്ടികളുടെ പേരിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരിക. അതെന്താ സംബന്ധിച്ചാൽ നമ്മുടെ ഭാരത് സ്റ്റേജ് 4 ആയിരുന്നു നാനോ. അപ്പൊ അതിൽ കാണിച്ചേക്കുന്ന BS3 എന്നും പറഞ്ഞിട്ടാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഈ സർട്ടിഫിക്കറ്റിൽ വരും. വെറുതെ സംഭവം പരിവാഹനിലൊക്കെ അപ്ഡേറ്റ് ഒക്കെ ആവും, പക്ഷെ സംഗതി ഉടായിപ്പാണ്. അപ്പൊ മാക്സിമം എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എടുത്തിട്ട് പോരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ പോലീസ് പിടിക്കാതിരിക്കാൻ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മതിയെങ്കിൽ ഇത് ധാരാളമാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ പൊല്യൂഷൻ എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലേ, നേരെ കർണാടകയ്ക്ക് കയറുക, ഇതേപോലത്തെ വണ്ടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പൊല്യൂഷൻ എടുക്കുക, സർട്ടിഫിക്കറ്റ് റെഡി, അപ്പൊ തന്നെ കയ്യെ കിട്ടും. വല്ല കരിഞ്ഞു പോയല്ലേ? കരിഞ്ഞു പോയതല്ല, അത്രയും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ കരിയോ. അവിടെ നോക്കിയ ചോളം കണ്ടോ? നമ്മൾ രാവിലെ ചോളം
ഉണക്കുന്ന കണ്ടു. ആ അപ്പൊ ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് ഉണക്കിയേക്കുന്നതാ. ഇത് പറിച്ചുകൊണ്ട് പോവാനായിട്ടുള്ളതായിരിക്കും. അതെ അതെ, മൊത്തം ഉണങ്ങി നിൽക്കുക അല്ലേ. ഈ ചോളം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മിസ്റ്റർ ബീൻ ഈ ചോളത്തിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ചോളം ഉണ്ട് കേട്ടോ, പക്ഷെ ഉണ്ടോ? ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മൂക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ആരും ഇല്ലാത്തൊരു പമ്പ്. ആരുമില്ല, ഒരു ചേട്ടൻ മാത്രം. നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന കണ്ടോ. ഞാനല്ല കേട്ടോ, അതേ സാറ്. ഒരു പാട്ട് പഠിത്തരോ? മറന്നുപോയോ? പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. കളം വരച്ച് ഏത് ഭാഷയാന്നുള്ളത് നമുക്കറിയത്തില്ല. പാട്ട് ഈ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊച്ചു അപ്പൊ ഈ പാട്ട് പാടും. അത് ഫ്രൂട്ട്സിന്റെ പേരാണ്. ആണോ? കൊള്ളാം, നല്ല പാട്ടാട്ടോ. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലോഡാണ് ഈ വണ്ടിയിൽ നിറച്ച്. പക്ഷെ അതിന്റെ പുറകിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടോ. അപ്പൊ ഇതെന്താ പറയാ, ഈ ലോഡിനെ കാക്കുന്ന ആളാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട. പക്ഷെ പാവത്താനെ പല അതിന്റെ വെൽറ്റൊക്കെ ഇട്ടിരിക്കുന്ന താഴേക്ക് നോക്കിയൊക്കെ ഇറങ്ങിയില്ലെങ്കിലേ തലേ കൂടി ചാടും. ഇല്ല അങ്ങനെ ചാടുമൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് കട്ടിലാണ് കേട്ടോ. ഇതിന്റെ അടിഭാഗത്ത് ഈ കാല് കണ്ടത് കട്ടിലാണ്. ഇറങ്ങിയാലോ? നമ്മള് കാപ്പിയും പക്കാവട, ഉള്ളിവട അല്ലേ നമ്മുടെ ഉള്ളിവട, ഇവിടുത്തെ പക്കാവട, ഉള്ളിയൻ പക്കാവട. ചെറുതാക്കി ഉണ്ടാക്കിയ പക്കാവട, വലുതാക്കി ഉണ്ടാക്കിയ ഉള്ളിവട, എന്തൊക്കെ സെറ്റപ്പ് അല്ലേ. ആദ്യമേ എടുത്തൊരു മുളക് അടിച്ചു. ടോൾബൂത്തിന്റെ തൊട്ടടുത്താണ് നമ്മള് ആന്ധ്ര കയറാൻ പോവാ. നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളും നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവും അറിയില്ലേ. നമ്മളിവിടെ കേറിയിട്ടുണ്ട്. ചാടാനൊക്കെ നോക്കുക. ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഒരു ഇത്തിരി ഇങ്ങോട്ട് പോകുന്നതിനേക്കും ആന്ധ്രാപ്രദേശ് കയറി അല്ലേ. കുർണോൾ. ഈ കുർണോളിലായിരുന്നു നമ്മളെ പണ്ട് മറ്റേ കുറുനരി അല്ല, കുർണോൾ. അറിയില്ല. നമ്മുടെ പ്രൊണൗൺസിയേഷൻ എല്ലാം തെറ്റാന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. നമുക്ക് അറിയില്ല, എന്നാണ് വേറെ കാര്യം. അതെങ്ങനെയാ വായിക്കേണ്ടത്, നമ്മൾ വായിക്കുന്നത് തെറ്റാ. അതെ, നമ്മൾ ആന്ധ്രാപ്രദേശ് കയറി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് മാത്രല്ല, ഈ കുർണോളിലാണ് എന്തുള്ളത്, നമ്മൾ അന്ന് വിമാനം കണ്ടത്. അത് കണ്ടത്. പക്ഷെ അത് എവിടെയാന്ന് ഇപ്പൊ ഒരു പിടുത്തവും ഇല്ല. ഹൈവേ തന്നെ, ഹൈവേന്റെ സൈഡിലാണ്. അല്ല, ഈ സൈഡിലാണോ ആ സൈഡിലാണോ എന്ന് ഓർമ്മയില്ല. ആംബുലൻസിൽ ആളില്ല, എന്നിട്ടും കഷ്ടപ്പെടുവാണല്ലോ. ആ സൈറിനെ കേട്ടാ പുള്ളിക്ക് സുഖസുന്ദരമായി പോയിക്കൂടെ. അതിൽ ആളില്ലാത്തപ്പോ പക്ഷം പുള്ളി അത് ഇടുന്നത് തെറ്റാണ്. ഇനി അങ്ങോട്ട് കുറെ ഓട്ടോറിക്ഷയൊക്കെ കാണാം. അല്ല, ഹൈവേ കൂടി ഇങ്ങനെ പോകുമ്പോഴേ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് റെസ്റ്റോറന്റ് തിരിച്ച് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് കാണാത്തവർക്കായിട്ട്. അതെ, കാണാത്തവർക്കായിട്ട് ഒന്നും കൂടി. പക്ഷെ ഇത് അടച്ചു പൂട്ടി പോയി എന്നുള്ളതാണ് വേറൊരു സത്യം. അത് നിർത്തിപ്പോയി കേട്ടേ. അടിപൊളി സംഭവമായിരുന്നല്ലോ. സംഭവം അടിപൊളിയായിരുന്നു, പക്ഷെ നിർത്തിപ്പോയി. അന്ന് നമ്മൾ വന്നപ്പോൾ ഇത് ഫുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അന്ന് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തോ പൂട്ടിപ്പോയി, സംഭവം മൊത്തത്തിൽ നിർത്തി കേട്ടോ. അതൊക്കെ ഇതിനി ആർക്കെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ആയിരിക്കാം. അതൊക്കെ എയർ ഇന്ത്യേൻ്റെ ഒരു സ്ക്രാപ്പ് വണ്ടിയായിരുന്നു കേട്ടോ. ഈ സംഭവം എന്തായാലും പൊളിയാട്ടോ. ഒറിജിനൽ ഫ്ലൈറ്റാണ്. ഞാൻ അന്ന് അതിൻ്റെ കോപ്പിറ്റിലും കാര്യങ്ങളിലൊക്കെ ഞാനും കുഞ്ഞാറ്റയും ആൻസിയൊക്കെ കയറിയിരുന്നു കേട്ടോ. കാര്യമില്ല, എന്തോ സംഭവിച്ചു, എന്താ നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വിമാനം ദേണ്ട കിടക്കുന്നത്, നമുക്ക് പോവാം കേട്ടോ. അതായത് അന്ന് ഞങ്ങൾ വേറെ റൂട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് കയറിയത്. പക്ഷേ ഈ 44 വഴി നമ്മൾ അവോയ്ഡ് ടോൾ മാത്രമായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അവോയ്ഡ് ടോൾ ഒഴിവാക്കിയിട്ട് നേരെയുള്ള വഴി. അയ്യോ ആൻസി, നമ്മളന്നേ അവോയ്ഡ് ടോൾ കൊടുത്തിട്ടാണ് അന്ന് ഇവിടെ കയറിയത്. ഞങ്ങളിങ്ങനെ നോക്കി വരുന്നത്. ഭാഗ്യം എന്തായാലും സംഭവം കണ്ടു. പക്ഷെ എന്തോ
പോവാം. ഇതിനുള്ളിൽ എന്തോരം ട്രാക്ടറുകളാ. ഇഷ്ടംപോലെ ട്രാക്ടർ ഉണ്ടല്ലേ. അപ്പത്തേക്കും വണ്ടി പോയി. ഹമ്പ് ചാടിയപ്പോ ഞാൻ പേടിച്ച് ട്രാക്ടറിനാരും പുറകിലേക്ക് വീഴുമെന്നുള്ളത്. കുലുങ്ങുന്നുണ്ടായിരുന്നല്ലേ. ഭാഗ്യത്തിന് വീണില്ല. അങ്ങനെ ഒടുവിൽ ഞങ്ങളൊരു പമ്പിൽ എത്തിച്ചേർന്നു. ഏകദേശം 11 മണി 11:45 അടുത്താവാനായിട്ടോ. അങ്ങനെ ഞങ്ങളൊരു പമ്പിലെത്തി. എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ലോറിനോട് ചേർത്ത് വെച്ചോളാൻ പറഞ്ഞു. ഇവിടെ എങ്ങോട്ട് വേണം കയറ്റി വെച്ചോളാൻ പറഞ്ഞു. ആണോ? ഈ ഗ്യാപ്പിൽ എന്തായാലും വേറൊരു ലോറി കയറിയല്ലോ. ഇല്ല ലോറി മാത്രമല്ല, ഇത് ഈ ഗ്യാപ്പിൽ വലിയ വണ്ടികളും വരില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വണ്ടികളൊന്നും വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് വേഗം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നിർത്തിയിട്ട് കിടന്നുറങ്ങാം. എന്തിനാ ഇടിച്ചു നിർത്തുന്നത്? അല്ല, ഇവിടെ ഇച്ചിരി പൊന്തി നിൽക്കുകയാണെങ്കിലേ തല വെക്കുന്ന വശം ഇച്ചിരി പൊന്തി നിന്നോളൂ. അങ്ങനെ ഞങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. കാരണം കർണാടക എത്തിയിട്ടോ. അതെ. അപ്പോൾ കുഞ്ഞാൻ്റെ നല്ല ഉറക്കമാണ്. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നോടെ വരെ ബൈ.